അസ്സലാമു അലൈക്കും. വ്യക്തികളുടെ അഭിമാനം പോലെ തന്നെ വിലപ്പെട്ടതാണ് സ്വകാര്യതയും. ഏതു കാര്യവും എല്ലാവരും കാണുകയും ചെയ്യാമെന്നും എല്ലാവർക്കും അത് കാണാമെന്നും വരുന്നത് സംസ്കാരത്തിന് വിരുദ്ധമാകുന്നു. എന്തും മറയില്ലാതെ ചെയ്യുന്നത് മനുഷ്യപ്രകൃതിയല്ല. ഇപ്പോൾ പല കാര്യങ്ങളും ആൾക്കാർ അവരുടെ സ്വകാര്യമായ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ കൂടുതലായിട്ട് കാണിക്കുന്നത് നമ്മൾ കണ്ടുവരുന്നു. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യാതെ നോക്കണം. അന്യ വീടുകൾ സന്ദർശിക്കുമ്പോൾ ആ വീട്ടുകാരുടെ സ്വകാര്യതകൾ ഹനിക്കപ്പെടാതിരിക്കാൻ പാലിക്കേണ്ട മര്യാദകളാണ് ഇവിടെ പറയുന്നത്. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് സലാം കൊണ്ട് വീട്ടുകാരെ അഭിവാദ്യം ചെയ്യണം. വീട്ടുകാർ വന്ന് സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് വരാന്തയിലോ സ്വീകരണ മുറിയിലോ കയറിയിരിക്കുന്നത് മര്യാദയല്ല. സന്ദർശകർ എത്തുമ്പോൾ വീട്ടുകാർ മറ്റുള്ളവർ കാണുന്നത് ഇഷ്ടപ്പെടാത്ത സ്വകാര്യ ഇടപാടുകളിലോ അവസ്ഥകളിലോ ആയിരിക്കാം. സ്വന്തം വീട്ടിൽ കയറിയാലും സലാം പറഞ്ഞ് സാന്നിധ്യം അറിയിച്ച് കയറുക. വീട്ടുകാരെ സാന്നിധ്യം അറിയിക്കുന്നത് വാതിലിൻ്റെ നേരെ നിന്നാവരുത്. ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ മാറി നിന്നാകണം. ഇനി ആ വീട്ടിൽ ആരെയും കാണുന്നില്ലെങ്കിൽ അനുമതി ലഭിക്കുന്നതുവരെ അവിടെ പ്രവേശിച്ചുകൂടാ. നിങ്ങളോട് തിരിച്ചു പോകുവാൻ എന്നാവശ്യപ്പെട്ടാൽ തിരിച്ചു പോകണം. അതാണ് നിങ്ങളുടെ ഏറ്റവും വിശിഷ്ടമായ സംസ്കാരം. നിങ്ങൾ ചെയ്യുന്നതെന്തെന്ന് അള്ളാഹു നന്നായി അറിയുന്നുണ്ട്. സന്ദർശകൻ്റെ താല്പര്യത്തേക്കാൾ പരിഗണനയും വീട്ടുകാരുടെ താല്പര്യമാണ്. അവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവാം. മുൻകൂട്ടി അറിയിച്ച് പോകുന്നതാണ് നല്ലത്. ചെകുത്താൻ പലവിധ സൂത്രങ്ങൾ ഉണ്ടാക്കിത്തരും. നമുക്ക് ഒരു അനിഷ്ടവും തോന്നേണ്ടതില്ല. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുക, സംസ്കാരമുള്ളവരാവുക, നല്ലത് വിചാരിക്കുക. അവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാകും എന്ന് കരുതുക. പാർപ്പിടമില്ലാത്തിടത്ത് നിങ്ങൾക്കാവശ്യമായ വിഭവങ്ങൾ ഉള്ളിടങ്ങളിൽ കടന്നു ചെല്ലാൻ വിരോധമില്ല. പള്ളികൾ, കടകൾ, ഭക്ഷണശാലകൾ പോലുള്ളവ. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള കാഴ്ച, കേൾവി അങ്ങനെ എല്ലാം നിയന്ത്രിച്ച് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് സംസ്കൃതനാകുന്നത്. നോട്ടമാണ് അവിഹിത ബന്ധങ്ങളിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ്. നോട്ടം നിയന്ത്രിക്കുന്നതിലൂടെ ആപത്തണയുന്നത് തടയാം. കാമുകനൊപ്പം ചേരാൻ ഭർത്താവിനെയും മക്കളെയും കൊന്ന സ്ത്രീകളുടെയും കാമുകിയെ സ്വന്തമാക്കാൻ ഭാര്യയെയും മക്കളെയും കൊന്ന പുരുഷന്മാരുടെയും വാർത്തകൾ ധാരാളമായി നമ്മൾ കേൾക്കുന്നു. ആദ്യ നോട്ടത്തെ തുടർന്ന് പിന്നെയും നോക്കരുത്. അപരിചിതരായ സ്ത്രീയും പുരുഷനും കണ്ടുമുട്ടുന്നു, പരസ്പരം ആകർഷിക്കുന്നു, പിന്നെ സല്ലപിക്കുന്നു, പിന്നെ സംഗമസ്ഥലം നിശ്ചയിക്കുന്നു. സംഗമിക്കുന്നത് എല്ലാം ഒരു നോട്ടത്തിൽ നിന്ന് തുടങ്ങുന്നതാണ്. പിന്നെ അവരുടെ മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് ശ്രമിക്കുന്നു. ആരെതിർത്താലും പിന്മാറാൻ കഴിയാത്ത അവസ്ഥയിലെത്തുന്നു. അതുവരെ മറ്റൊന്നും അവർ കാണുന്നില്ല. ജീവിത യാഥാർത്ഥ്യം മനസ്സിലായി കഴിയുമ്പോഴാണ് തിരിച്ചറിയുന്നത്. ഇപ്പോൾ തന്നെ ഈ ലൈംഗിക വൈകൃതങ്ങൾ കൂടാൻ കാരണം നോട്ടം നിയന്ത്രിക്കാത്തത് കൊണ്ടാണ്. കാണുന്നത് ചെയ്യാൻ ശരീരം ആഗ്രഹിക്കും. അതാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൃഷ്ടികൾ നിയന്ത്രിക്കണം, ലൈംഗികാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ. വിശ്വാസിനികളോട് പ്രവാചകൻ പറയണം, അവർ ദൃഷ്ടികൾ നിയന്ത്രിച്ചു കൊള്ളട്ടെ, ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യട്ടെ, അവരുടെ അലങ്കാരങ്ങൾ വെളിപ്പെടുത്താതിരിക്കട്ടെ, സ്വാഭാവികമായി വെളിപ്പെട്ടതൊഴിച്ച്. അവർ ശിരോവസ്ത്രം താഴ്ത്തിയിട്ട് മാറിടം മറക്കണം. സ്വന്തം ഭർത്താക്കൾ, പിതാക്കൾ, ഭർതൃപിതാക്കൾ, പുത്രന്മാർ, ഭർതൃപുത്രന്മാർ, സഹോദരന്മാർ, സഹോദരപുത്രന്മാർ, സഹോദരീപുത്രന്മാർ, അവരുമായി ദൈനംദിനം ഇടപെടുന്ന സ്ത്രീകൾ, അവരുടെ അധീനതയിലുള്ള സ്ത്രീ പുരുഷന്മാർ, ദുർമോഹങ്ങളില്ലാത്ത ആശ്രിതന്മാർ, സ്ത്രീകളുടെ ഗോപ്യകാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ എന്നിവർക്കല്ലാതെ അവരുടെ അലങ്കാരം വെളിപ്പെടുത്തിക്കൂടാ. അവർ മറച്ചു പിടിക്കുന്ന അലങ്കാരങ്ങൾ ആളുകളെ അറിയിക്കാൻ കാലുകൾ നിലത്തടിച്ച് നടക്കുകയുമരുത്.
സത്യവിശ്വാസിനികളെ, എല്ലാവരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവിൻ. നിങ്ങൾക്ക് ജീവിത വിജയം പ്രതീക്ഷിക്കാം. സത്യവിശ്വാസികളായ സ്ത്രീകൾ ശ്രദ്ധയും ആകർഷണവും തേടേണ്ടത് അവരുടെ ഭർത്താക്കളിൽ നിന്നാണ്. അന്യപുരുഷന്മാരുടെ ശ്രദ്ധയും ആകർഷണവും അവർക്ക് അരോചകമാകുന്നു. അതിനാൽ അന്യപുരുഷന്മാർക്ക് മുൻപിൽ വിശ്വാസിനികൾ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൂടാ. അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന അലങ്കാരങ്ങൾ മറച്ചുവെക്കണം. പർദ, ഹിജാബ് ധരിക്കുന്നതിലൂടെ മുസ്ലിം സ്ത്രീകൾ ചെയ്യുന്നത് ഇതാണ്. അലങ്കാരവും സൗന്ദര്യവുമാണ് സീനത്ത്. വസ്ത്രം, ആഭരണം, പൗഡർ, കൺമഷി, റൂഷ്, ലിപ്സ്റ്റിക്, കൃത്രിമ മുടി തുടങ്ങിയ മേക്കപ്പ്, കോസ്മെറ്റിക്സ് എന്നീ പദങ്ങൾ കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും സീനത്തിൽ അടങ്ങിയിരിക്കുന്നു. സൗന്ദര്യവർദ്ധകോപാധികൾ വർജിക്കണമെന്നല്ല, അന്യപുരുഷന്മാർക്ക് പ്രദർശിപ്പിച്ച് മോഹിപ്പിക്കരുതെന്നേ പറയുന്നുള്ളൂ. സ്വാഭാവികമായി വെളിപ്പെടുത്താവുന്നവ, അതായത് മുഖം, മുൻകൈയുമാണെന്ന് ഹദീസിൽ കാണാം. അവയൊഴികെയുള്ള ബാക്കി ഭാഗങ്ങളെല്ലാം ഔറത്താണ്. അത് നമ്മൾ മറക്കേണ്ടതാണ്. അന്യ സ്ത്രീ പുരുഷന്മാരുടെ അനാവശ്യവും അശ്ലീല നോട്ടവുമാണ് ഖുർആൻ നിരോധിക്കുന്നത്. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാന്യമായ രീതിയിൽ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കാണുന്നതും സംസാരിക്കുന്നതും നിരോധിച്ചിട്ടില്ല. ധാർമ്മികതയുടെയും സഭ്യതയുടെയും പരിധികൾ പാലിക്കണം. അവിഹിതമായ ലൈംഗിക വീഴ്ചയുടെ എല്ലാ വഴികളും നിരോധിച്ച ശേഷം വിഹിതമായ ദാമ്പത്യ ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പ്രപഞ്ചത്തിൽ എല്ലാം ഇണകളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈനി ലഅല്ലക്കും തദക്കറൂൻ. മനുഷ്യനൊഴിച്ചുള്ള സകല സൃഷ്ടികളുടെയും ഇണചേരലിൻ്റെ ലക്ഷ്യം വംശം നിലനിർത്തുക മാത്രമാകുന്നു. ജന്തുക്കൾക്ക് അവയുടെ സഹജീവികൾ ആരുമായും ഇണചേരാം. മനുഷ്യൻ്റെ ഇണചേരലിന് സുദൃഢമായ ചില നിയമങ്ങളും നിബന്ധനകളുമുണ്ട്. പങ്കാളികൾ ഭാര്യാഭർത്താക്കളായി പരസ്പരം സഹകരിച്ചും സംരക്ഷിച്ചും കുടുംബജീവിതം നയിക്കണം. അവരിൽ ജനിക്കുന്ന സന്തതികളെ ഉത്തരവാദിത്വത്തോടെ സംരക്ഷിക്കണം. മാതാപിതാക്കൾക്ക് പ്രായമായാൽ അവരെ മക്കൾ സംരക്ഷിക്കണം. സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് കുടുംബം. ദൈവബോധം, സ്നേഹം, ക്ഷമ, ദയ, ത്യാഗബുദ്ധി, സേവന മനസ്സ്, വിജ്ഞാന താൽപ്പര്യം, സത്യസന്ധത, ധർമ്മബോധം, സൽസ്വഭാവം തുടങ്ങിയ സദ്ഗുണങ്ങളുടെ എല്ലാം പ്രഥമ സ്രോതസ് കുടുംബമാണ്. കുടുംബ ശിഥിലീകരണത്തിലൂടെ ഭൂമിയിൽ നാശം പരക്കുമെന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുന്നു. മനുഷ്യന് മാത്രം സുദീർഘമായ ശൈശവ ബാല്യങ്ങൾ നൽകിയിരിക്കുന്നത് തുടക്കം മുതലേ അവൻ്റെ വ്യക്തിത്വത്തിലുള്ള സ്നേഹ, കാരുണ്യങ്ങളും മറ്റും മാനുഷിക ഗുണങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. വിവാഹം ഓരോ വ്യക്തിയുടെയും ജൈവികമായ ഒരാവശ്യമാണ്. ലൈംഗികമായ അസംതൃപ്തി ജീവിതത്തെ അസ്വസ്ഥമാക്കുന്നു. വഴിവിട്ടു പോകാതിരിക്കാനുള്ള മാർഗമാണ് വിവാഹവും കുടുംബജീവിതവും. ആണായാലും പെണ്ണായാലും വിവാഹയോഗ്യരായി കഴിഞ്ഞാൽ വിവാഹിതരാകണമെന്നാണ് ശരീഅത്ത് താൽപ്പര്യപ്പെടുന്നത്. വിവാഹം ആലോചിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ പരിഗണിക്കാമെങ്കിലും ദീനിയായ യോജിപ്പിനാണ് മുൻഗണന നൽകേണ്ടത്. വീണ്ടും അള്ളാഹു പറയുന്നു, ദൈവഭക്തന്മാർ അനുസരിക്കേണ്ട സുവ്യക്തമായ ധർമ്മസൂക്തങ്ങളും പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ സജ്ജനങ്ങളിൽ നിന്നുള്ള മഹിത മാതൃകകളും സതുപദേശങ്ങളും നാം ഇതാ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു ആകാശഭൂമികളുടെ വെളിച്ചമാകുന്നു. അവൻ്റെ വെളിച്ചത്തിൻ്റെ ഉപമ ഒരു വിളക്കുമാടം പോലെ. അതിൽ വിളക്കുണ്ട്. ആ വിളക്ക് ഒരു സ്ഫടികക്കൂട്ടിലാണ്. ആ സ്ഫടികക്കൂടോ സമുജ്ജലമായ നക്ഷത്രമെന്നോണം വെട്ടിത്തിളങ്ങുന്നത്. പാശ്ചാത്യമോ പൗരസ്ത്യമോ അല്ലാത്ത അനുഗ്രഹീതമായ ഒലിവ് മരത്തിൽ നിന്നുള്ള എണ്ണയാലാണ് അത് കത്തിക്കപ്പെടുന്നത്. തീ തൊട്ടില്ലെങ്കിലും അത് സ്വയം പ്രകാശിക്കുമാറാകുന്നു. അങ്ങനെ വെളിച്ചത്തോട് വെളിച്ചം. അള്ളാഹു അവനിച്ഛിക്കുന്നവരെ തൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. ഉദാഹരണങ്ങളിലൂടെ മനുഷ്യർക്ക് യാഥാർത്ഥ്യം വ്യക്തമാക്കി കൊടുക്കുകയാണ് അള്ളാഹു. അള്ളാഹു സകല സംഗതികളും ഏറ്റവും അറിയുന്നവനല്ലോ. അള്ളാഹു ആകാശഭൂമികളുടെ വഴികാട്ടിയാണ് അല്ലേ. ഇതിൽ വിളക്കിനോട് ഉപമിക്കുന്നത് പ്രവാചകനെയും അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന ദൈവിക സന്ദേശത്തെയുമാണ്. തിരുനാളത്തെ വലയം ചെയ്യുന്ന പളുങ്കു കവചം അതിനെ കാറ്റിൽ നിന്ന് രക്ഷിക്കുകയും പുക കുറയ്ക്കുകയും പ്രകാശം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ആ സ്ഫടികം
വെട്ടിത്തിളങ്ങുന്നതാകുമ്പോൾ വെളിച്ചം വർദ്ധിക്കുന്നു. കത്തിക്കാൻ ഉപയോഗിക്കുന്ന ജൈവ ഇന്ധനങ്ങളിൽ ഏറ്റവും പ്രകാശം നൽകുന്നതാണ് ജെയ്ത്തൂൻ. അതിൻ്റെ ആലങ്കാരിക വർണ്ണനയാണ് തീ തൊട്ടില്ലെങ്കിലും അത് പ്രകാശിക്കുന്നു എന്നത്. തോട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തോ പശ്ചിമഭാഗത്തോ അല്ലാതെ മധ്യത്തിൽ വളരുന്ന കുന്നിൻ്റെ മധ്യഭാഗത്തുള്ളതിന് നിഴലടിക്കുകയില്ല. സൂര്യപ്രകാശം ദിവസം മുഴുവൻ ലഭിക്കും. അതായത് അത് പാശ്ചാത്യ ദർശനമോ പൗരസ്ത്യ ദർശനമോ അല്ല. എല്ലാ നന്മകളെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യർക്കാകമാനമുള്ളതുമായ സത്യസന്ദേശമാണ്. വിളക്കുമാടവും വിളക്കിൻ്റെ എണ്ണയും സ്ഫടിക കവചവും എല്ലാം ഒന്നിനുമീതെ ഒന്നായി വെളിച്ചം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രകാശപ്രളയത്തെ ഭേദിച്ച വിളക്കിൻ്റെ തിരുനാളത്തെ പ്രാപിക്കാൻ മനുഷ്യ ദൃഷ്ടിക്കാവില്ല. ഒരു പരിധിക്കപ്പുറമുള്ള പ്രകാശം തീക്ഷ്ണത അവൻ്റെ കണ്ണഞ്ചിപ്പിക്കുകയും അന്ധമാക്കുകയും ചെയ്യും. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദർശനം അപേക്ഷിച്ച് മലയിലേക്ക് നോക്കാൻ കൽപ്പിച്ചു. അള്ളാഹു ആ മലയിൽ പ്രഭാവിതനായപ്പോൾ തന്നെ മല തകർന്നു പോയി. മൂസ അലൈഹിസ്സലാം ബോധം കെട്ട് വീണുപോയി. ഉയർന്ന വോൾട്ടേജിൽ കത്തുന്ന വൈദ്യുതി ദീപം പോലും നോക്കിയാൽ അതിൻ്റെ ചില്ലുകൂട് മാത്രമേ നാം കാണുകയുള്ളൂ. അതിനകത്തുള്ള ബൾബിനകത്ത് എരിയുന്ന ഫിലമെൻറ്റോ കാണാനാവില്ല. അള്ളാഹു അവൻ്റെ തന്നെ വെളിച്ചത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ സത്താരൂപം മനുഷ്യന് സങ്കല്പിക്കുന്നതിന് അതീതമാകുന്നു. ഗോചര വസ്തുക്കളോട് താരതമ്യം ചെയ്തേ മനുഷ്യന് പറയുകയും സങ്കല്പിക്കാനും ആവും. അള്ളാഹു എന്നുള്ള സൃഷ്ടാവ് അല്ലേ, അള്ളാഹു സൃഷ്ടിച്ച ഒരു വസ്തുവായിട്ട് ഒരു സാമ്യവും ഇല്ല. പക്ഷെ അള്ളാഹു കാര്യങ്ങൾ നമുക്ക് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ സൃഷ്ടികളോടൊന്നും സാദൃശ്യമില്ലാത്തവനും എല്ലാറ്റിൽ നിന്നും തികച്ചും ഭിന്നമാകുന്നു അള്ളാഹു. അവന് രൂപം സങ്കല്പിക്കുന്നവൻ സ്വന്തമായി ദൈവത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ദിവ്യബോധനവും അതുവഴി ലഭിക്കുന്ന ഖുർആൻ സൂക്തങ്ങളും നൂറാവുന്നു. നൈസർഗികമായ സന്മാർഗ ബോധത്തെയാണ് വിളക്കുമാടം പ്രതിനിധാനം ചെയ്യുന്നത്. വിളക്കിനെ ഖുർആൻ്റെ ഉപമയായി കാണുന്നു. വിളക്കിനെ കെടാതെ സൂക്ഷിക്കുകയും അതിൻ്റെ പ്രകാശം നാൾക്കുനാൾ വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അദൃശ്യമായ സ്ഫടികക്കൂട് അള്ളാഹു ഖുർആന് ഏർപ്പെടുത്തിയിട്ടുള്ള രക്ഷാകവചമാണ്. അനുഗ്രഹീത മരത്തിൻ്റെ എണ്ണയിൽ നിന്ന് കത്തിക്കപ്പെടുന്ന എന്ന വാക്യം ദൈവിക മാർഗദർശനം കാലാന്തരങ്ങളെ അഭിമുഖീകരിക്കാൻ പര്യാപ്തമാവണ്ണം ദീനി പണ്ഡിതന്മാർ ഇജ്തിഹാദ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. കാരണം വൃക്ഷഫലത്തിൽ നിന്നുള്ള എണ്ണ ഉൽപാദനം ആ ഫലം പിഴിഞ്ഞെടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഉള്ള ആ വിളക്ക് മാടം അല്ലേ, അതിലൊരു വിളക്കുണ്ട്. ആ വിളക്ക് ഒരു സ്ഫടിക കൂട്ടിലാണ് അള്ളാഹു പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ നമ്മുടെ ഉള്ളിലും അള്ളാഹു ഒരു നന്മ നിറഞ്ഞ ഒരു ഹൃദയം നമുക്ക് തന്നിരിക്കുന്നു. മറ്റൊന്നും തിന്മകളൊന്നും ചെയ്യാതെ നമ്മൾ ശുദ്ധ മനസ്സോടുകൂടി ഇരിക്കുമ്പം നമ്മളുടെ ഉള്ളിൽ വെളിച്ചം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും. പുറത്തെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ ഡയറക്റ്റ് നല്ല രീതിയിൽ ഒരു തടസ്സവും ഇല്ലാതെ കയറുകയും ചെയ്യും. നേരെ മറിച്ച് നമ്മൾ തിന്മകളെല്ലാം ചെയ്ത് അതെല്ലാം അള്ളാഹു ജന്മസിദ്ധമായി തന്ന നമ്മുടെ ശുദ്ധമായ ആ ഹൃദയം, ആ ചിന്ത, അതെല്ലാം നശിച്ച് നല്ലത് കാണാനും മനസ്സിലാക്കാനും പറ്റാത്ത രീതിയിൽ കറ പുരണ്ടിരിക്കുമ്പോൾ ഉള്ളിലേക്ക് വെളിച്ചം കയറുകയില്ല, അകത്തുനിന്ന് വെളിച്ചം പുറത്തേക്ക് പോവുകയില്ല. അത് മറ്റൊരു ഉദാഹരണം. അതേ സുഹൃത്ത് ബക്കറയിൽ നമ്മൾ പാപം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതല്ല, ഖുർആൻ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണ്. അതെന്തുപോലെയാണ്? അള്ളാഹു മനുഷ്യപ്രകൃതിയിൽ മൗലികമായി നിവേശിപ്പിച്ച സത്യബോധത്തെ കാത്തു സൂക്ഷിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ സത്യവിശ്വാസം പ്രകാശിക്കുകയും ആ ബോധത്തെ ചവിട്ടിത്താഴ്ത്തിയവരുടെ ഹൃദയങ്ങളിൽ ജഡികാശക്തികളുടെയും അവയെ പിന്തുണയ്ക്കുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരുട്ട് നിറയുകയുമാണ്. അതാണ് അള്ളാഹു നിശ്ചയിച്ച നിയമം. അപ്പോൾ നമ്മൾ ഹൃദയം ശുദ്ധീകരിച്ച് കൊണ്ടിരുന്നാൽ അതൊരു പ്രകാശം പോലെ വെട്ടിത്തിളങ്ങും. നേരെ മറിച്ച് പാപം ചെയ്ത് ഇതായി കഴിയുമ്പോൾ അതിലേക്ക് പ്രകാശം ഉള്ളിലേക്ക് കയറാത്ത വിധം ഇരുട്ടായി പോവും. മൗലിക പ്രകൃതിയിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുന്നതിനെയാണ് ലാ ഷർഖിയ്യ വൽ ഗർബിയ്യ എന്ന് പറയുന്നത്.
നമ്മൾ മറ്റ് കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് അങ്ങോട്ട് ചരിഞ്ഞിങ്ങനെ പോകുമല്ലോ, ഇതിൽ നിന്ന് വിട്ട് വേറെ വഴിക്ക് സഞ്ചരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പാശ്ചാത്യമോ പൗരസ്ത്യമോ അല്ലാത്ത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത്, രണ്ട് ദിശയിലേക്കും വ്യതിചലിക്കാത്ത സമൂഹമാണ്, അതായത് മധ്യമ സമുദായം, ഉമ്മത്തുൽ വസത്ത്. ഏതെങ്കിലും ദിശയിലേക്ക് വ്യതിചലിച്ച് മുന്നേറുന്നവർക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാനോ അത് സ്വീകരിക്കാനോ സൗഭാഗ്യം ലഭിക്കുന്നതല്ല. ഇതാണ് യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശ, അല്ലേ? അപ്പോൾ നമ്മൾ ഓർക്കും എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം അള്ളാഹു ഹിദായത്ത് കൊടുക്കുന്നത്, ചിലർക്ക് എന്തുകൊണ്ടാണ് ലഭിക്കുന്നത്? കാരണം നമ്മുടെ മനസ്സ് നമ്മൾ ശുദ്ധമാക്കി നമ്മൾ ആ മാർഗം അന്വേഷിച്ച് ആ വഴിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അള്ളാഹു അത് ഈസിയാക്കുന്നത്. നേരെ മറിച്ച് അതിനെ നമ്മൾ താഴ്ത്തി വേറെ വഴിക്ക് പോയിട്ട് നമുക്ക് ഹിദായത്ത് കിട്ടിയില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകളെ ഉണർത്താനും അറിവ് പകരാനുമാണ് അള്ളാഹു ഇത്തരം ഉദാഹരണങ്ങൾ അവതരിപ്പിക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾ തെളിഞ്ഞു കിട്ടാൻ ഏറ്റവും ഉചിതവും ഫലപ്രദവുമായ ഉപാധിയാണ് ഉദാഹരണങ്ങൾ. ആളുകൾ സത്യവിശ്വാസത്തിൻ്റെ മൂല്യവും മഹത്വവും മനസ്സിലാക്കി അതുകൊണ്ട് സ്വന്തം മനസ്സിനെ പ്രകാശപൂരിതമാക്കാനാണ് അത് താല്പര്യപ്പെടുന്നത്. ജനം അത് പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ അത് അവരുടെ ദൗർഭാഗ്യം മാത്രമാകുന്നു. അള്ളാഹുവിൻ്റെ വേണ്ടുക, അതായത് മശിയത്ത്, എപ്പോഴും ജ്ഞാനത്തിലും യുക്തിയിലും അധിഷ്ഠിതമാകുന്നു. ഓരോ വ്യക്തിയുടെയും അകവും പുറവും അവന് വ്യക്തമായി അറിയാം. അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ഈ സർവജ്ഞതയുടെ അടിസ്ഥാനത്തിലാണ് അവൻ ഓരോ വ്യക്തിയുടെയും കർമ്മഫലം നിശ്ചയിക്കുന്നത്, അല്ലാതെ അവ സ്വയം ഉന്നയിക്കുന്ന അവകാശവാദങ്ങളെ ആസ്പദമാക്കിയല്ല. അപ്പോൾ ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ഇതിൽ പറയുന്ന വിളക്കുമാടം എന്ന് പറയുന്നത് നമ്മുടെ നൈസർഗികമായ സന്മാർഗബോധത്തെയാണ്. അപ്പോൾ വിളക്കിനെ ഖുർആൻ ആയിട്ട് ഉപമിച്ചിരിക്കുന്നു. പിന്നെ ആ സ്ഫടിക കൂട് എന്ന് പറയുന്നത് അള്ളാഹു പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കവചമാണ്. ഇനി അതിലെ ആ തിരി അതിൻ്റെ എണ്ണ എന്ന് പറയുന്നത് അത് നമ്മൾ ഇത്ര നല്ല രീതിയിൽ കലർപ്പില്ലാതെ അതിൻ്റെ ശുദ്ധതയോടുകൂടി അത് വ്യാഖ്യാനിക്കുന്ന, അതിനനുസരിച്ചാണ് അത് തിളങ്ങുന്നത്, അതിൻ്റെ ഫലം മറ്റുള്ളവർക്ക് കിട്ടുന്നത്. അതിനെല്ലാം ഉപമിച്ചാണ് സെയ്ത്തൂൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു ഓയിൽ എണ്ണ ആയത് കാരണം അതിനെ കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. അത് നേരെ സൂര്യപ്രകാശം നേരെ കിട്ടുന്ന രീതിയിലുള്ളതാണ്. കാരണം മറ്റ് ഒന്നിനെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യാത്ത വിധം വളരെ ശുദ്ധമായിട്ടുള്ളത്. അതാണ് ഈ ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൗതിക വ്യവഹാരങ്ങളിൽ ലയിച്ച് ദൈവത്തെ മറക്കാൻ പാടില്ല. ദൈവാരാധനയിൽ ലയിച്ച് ഭൗതിക വ്യവഹാരങ്ങൾ അത്രയും വർജിക്കാനും പാടില്ല. ഭൗതികത ജീവിതത്തെ അതിൻ്റെ എല്ലാ നല്ല അർത്ഥങ്ങളിലും അനുഭവിച്ചു കൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ സന്യാസ ജീവിതമൊന്നും ഇസ്ലാമിൽ പറയുന്നതല്ല. കാരണം അള്ളാഹു ഈ ലോകം ഇത്രയും നല്ല ഭംഗിയായിട്ട് സൗകര്യപ്രദമായി സജ്ജീകരിച്ചത് നമുക്കതിൽ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഏത് രീതിയിലും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് വേണ്ട രീതിയിൽ അവിടെ ഫുള്ളസ്റ്റായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ ട്രൈ ചെയ്താൽ അതിനുള്ള ഫലം ആർക്കും തരും. അത് മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ആർക്കും അതിൻ്റെ റിസൾട്ട് കിട്ടും. അല്ലാതെ എന്താണ് പിന്നെ എപ്പോഴും നമ്മൾ ദീനീപരമായ അത് ഇതിന് ഭൗതികത അവോയ്ഡ് ചെയ്ത് ആത്മീയപരമായ ഇത് മാത്രം കോൺസെൻട്രേറ്റ് ജീവിക്കാൻ പറയുന്നില്ല. അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക. ആരാധനകളും അനുഷ്ഠാനങ്ങളും പൂർണ്ണമായ രീതിയിൽ നിർവഹിച്ചുകൊണ്ട് ഭൗതിക ജീവിതത്തോടുള്ള ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുക. അതാണ് ഇസ്ലാം. ഭൗതിക ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് അള്ളാഹു വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ്. അതിൽ നമ്മൾ ഓരോ കാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് ഖുർആനിലും സുന്നത്തിലും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക. ആമിനു വാമിലു സാലി. ഭൗതിക ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് അള്ളാഹു വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൊണ്ട് ഭൗതിക വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതും ദൈവാരാധനയായി തീരുന്നു. ഹൃദയങ്ങൾ പതറിപ്പോവുകയും കണ്ണുകൾ മറിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു നാടിനെ ഭയപ്പെടുന്നവർ അവർ ചെയ്ത കർമ്മങ്ങൾക്ക് അള്ളാഹു ഏറ്റവും വിശിഷ്ടമായ പ്രതിഫലങ്ങൾ അരുളുന്നതും
അവൻ്റെ അനുഗ്രഹം വർദ്ധിച്ചു കൊടുക്കുന്നതുമാകുന്നു അവർ ഈ ചര്യ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു അവനിച്ഛിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുന്നു. അന്ത്യനാളിൽ മനുഷ്യരെ എല്ലാം ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടി വിളംബരം ചെയ്യും. സുഖത്തിലും ദുഃഖത്തിലും അള്ളാഹുവിനെ സ്തുതിച്ചവർ എവിടെ? അക്കൂട്ടർ മുന്നോട്ട് വരും. അവർ കുറച്ച് ആളുകളെ ഉണ്ടാവും. അവർ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് കടക്കുന്നു. അനന്തരം വീണ്ടും വിളംബരം ഉണ്ടാവുന്നു. നമസ്കാരത്തിന് വേണ്ടി നിദ്രാശയ്യയിൽ നിന്ന് വശങ്ങൾ അടർന്നു പോയിരിക്കുന്നവരെവിടെ? അക്കൂട്ടർ മുന്നോട്ട് വരും. അവരും കുറച്ചാളുകളെ ഉണ്ടാവുള്ളൂ. അവരും വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കുന്നു. വീണ്ടും വിളിയാളം ഉണ്ടാവുന്നു. വ്യാപാരവും കൊള്ളക്കൊടുക്കലും ദൈവസ്മരണയിൽ നിന്ന് അശ്രദ്ധരാക്കാത്തവരുടെ അവർ മുന്നോട്ട് വരുന്നു. അവരും കുറച്ചാളുകളെ ഉണ്ടാവും. വിചാരണ കൂടാതെ അവരും സ്വർഗത്തിൽ കടക്കുന്നു. അനന്തരം മറ്റു ജനങ്ങളെല്ലാം മുന്നോട്ട് വരികയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് റബ്ബ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ വിചാരണ കൂടാതെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റും. ആര് വിചാരണ ചെയ്യാൻ വിധേയമാകുന്നു അവൻ്റെ കാര്യം പോയി. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് വിചാരണ എന്ന് പറയുന്നത്. കാലങ്ങളോളം അത് നീണ്ടു നിൽക്കും. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വിശിഷ്ടമായ എന്നെന്നും ജീവിക്കാൻ കഴിയുന്ന ദുഃഖങ്ങളില്ലാത്ത സ്വർഗത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. വെറുതെ നിമിഷ നേരങ്ങൾക്കുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തെറ്റുകളെല്ലാം ചെയ്തു കൂട്ടുന്നത്. അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറ്റബോധവും ആ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് നമ്മുടെ ഈ ജീവിതവും കൂടെ സ്ട്രെസ്ഫുൾ ആവുകയും ചെയ്യും. ഒരു സമാധാനമില്ലാത്തൊരു ജീവിതം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ മതം. അതനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാം. എന്നാൽ അള്ളാഹുവിൻ്റെ വെളിച്ചം നിഷേധിച്ചു വാണവരുണ്ടല്ലോ, അവരുടെ കർമ്മങ്ങളൊക്കെയും മരുഭൂമിയിലെ മരീചിക പോലെയാവുന്നു. ദാഹാർത്തത്താൽ അത് ജലമെന്ന് നിനക്കുന്നു. അവിടേക്ക് പാഞ്ഞു ചെന്നപ്പോഴോ യാതൊന്നും കണ്ടില്ല. കണ്ടതോ അള്ളാഹുവിനെ. അള്ളാഹു അവന് കണക്ക് തീർത്തു കൊടുക്കുകയും ചെയ്തു. അള്ളാഹു ശീഘ്ര വിചാരകനല്ലോ. ദൈവിക വെളിച്ചം ഉൾക്കൊള്ളാൻ വിസമ്മതിക്കുകയും നിഷേധിക്കുകയും ചെയ്തവരെക്കുറിച്ചാണ് പറയുന്നത്. അവർ ധർമ്മതത്വങ്ങളോ ജീവിത ലക്ഷ്യവും കർമ്മ നിയമങ്ങളും സ്വേച്ഛാനുസാരം നിശ്ചയിക്കുന്നു. നന്മ ആര് ചെയ്താലും നന്മ തന്നെ, തിന്മയുടെ കാര്യവും അപ്രകാരം തന്നെ. രണ്ടിൻ്റെയും ഭൗതിക ഫലം കാര്യകാരണ വ്യവസ്ഥയനുസരിച്ചുള്ള പരിണതി ഈ ലോകത്ത് പ്രത്യക്ഷമാവും. ഒരാൾ ഭൗതിക ലോകത്ത് ചെയ്യുന്ന സൽക്കർമ്മം പരലോകത്തെത്തണമെങ്കിൽ അത് ചെയ്തത് ദൈവത്തിലും പരലോകത്തിലും വിശ്വസിച്ചുകൊണ്ടും ദൈവഹിതം മാനിച്ചുകൊണ്ടുമാകണം. അള്ളാഹുലും ആഖിറത്തിലും വിശ്വസിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾ ഭൗതിക ലോകത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതിൻ്റെ ഫലം ഭൗതിക ലോകത്ത് അതിൻ്റെ കർത്താക്കൾക്ക് ലഭിക്കുകയും ചെയ്യും. പ്രശസ്തിയാണെങ്കിൽ അത്, സ്ഥാനമാനങ്ങളാണെങ്കിൽ അത്, പണമാണെങ്കിൽ അത്, പരലോകത്ത് അതിന് യാതൊരു പരിഗണനയും ഉണ്ടാവില്ല. ഇനി ആര് സൽക്കർമ്മം ചെയ്താലും അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് കിട്ടണം എന്നുദ്ദേശിച്ചാൽ മാത്രം അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകിയാൽ മതിയല്ലോ. അല്ലാതെ അവർക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശമാണെങ്കിൽ ഈ ദുനിയാവിൽ ആ ഉദ്ദേശം അവർക്ക് കിട്ടും. പിന്നീട് അവിടെ പോയിട്ട് അള്ളാഹുവിനോട് പ്രതിഫലം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അതുകൊണ്ട് നീയത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ അവൻ്റെ അവസ്ഥ ആഴക്കടലിലെ ഇരുട്ടുകളിൽ അകപ്പെട്ടതുപോലെ. തിര അവനെ മൂടുന്നു, അതിനു മീതെയും തിര, അതിനു മീതെ കാർമേഘം, ഒന്നിനു മീതെ ഒന്നായി കട്ടപിടിച്ച് ഇരുട്ടുകൾ. സ്വന്തം കൈ പുറത്തോ കിട്ടാൽ അതുപോലും കാണാറാവുന്നില്ല. അള്ളാഹു വെളിച്ചം കൊടുക്കാത്തവന് പിന്നെ വെളിച്ചമേയില്ല. നേരത്തെ അള്ളാഹുവിലും ഖുർആനിലും പ്രവാചകനിലുമുള്ള വിശ്വാസത്തെ വെളിച്ചമായും ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തെ വെളിച്ചത്തിൽ ചരിക്കലായും വർണ്ണിച്ചു. അല്ലേ? നൂറെന്ന് പറഞ്ഞ ആയത്തിലൂടെ അതാണ് വിവരിച്ച് തന്നത്, നമുക്ക് ഉദാഹരിച്ച് തന്നത്. ഇനിയിപ്പം അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള തിന്മയിലേക്ക് പോകുന്നവരെ ഇരുട്ടായിട്ട് രണ്ട് രീതിയിലുള്ള, ഒന്ന് കടലിൻ്റെ ആഴക്കടലിലുള്ള ഇരുട്ടിനോട് ഉപമിച്ചിരിക്കുന്നു. മറ്റൊന്ന് ഈ മരീചിക, നമ്മൾ വെള്ളമാണെന്നും പറഞ്ഞ് മരുഭൂമിയിലേക്ക് പോകുമ്പോൾ അവിടെ അടുത്ത് ചെല്ലുമ്പോൾ ഒന്നും കാണില്ലല്ലോ, അതേപോലെ അങ്ങനെ ഒരു ഉദാഹരണം നൽകിയിരിക്കുന്നു. അതുപോലെ സത്യനിഷേധത്തെയും സ്വേച്ഛ ജീവിതത്തെയും ഇരുട്ടിനോട് ഉപമിച്ചിരിക്കുന്നു. മരീചികയോട് ഉപമിച്ചത് സത്യനിഷേധികളുടെ കർമ്മങ്ങളെയായിരുന്നു. ഇപ്പോൾ ഇതിൽ പറയുന്നത് സത്യനിഷേധത്തെയും സ്വേച്ഛ ജീവിതത്തെയും ഇരുട്ടിനോട് ഉപമിച്ചിരിക്കുന്നു. കാരണം അവരുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞതാവുന്നു.
അവർ അള്ളാഹുവിനെ നിഷേധിച്ചു, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട വിധം വിശ്വസിച്ചില്ല. അതിനാൽ ഘനാന്ധകാരത്തിൽ ജീവിതം നയിക്കേണ്ടി വന്നു. ഇരുട്ടിനെ വെളിച്ചമെന്ന് കരുതിയതിനാൽ ഇരുട്ടിലാണെന്ന് അവരറിഞ്ഞുമില്ല. അറിഞ്ഞത് ഇരുട്ട് അവരെ ആപദ്ഗർത്തത്തിൽ തള്ളിയിട്ടപ്പോഴാണ്. പരലോക വിചാരണയുടെ ഭീകരാവസ്ഥയാണ് ആ ഗർത്തം. അത് ആഴക്കടൽ പോലെയാണ്. അടിയിൽ കൂരിരുട്ട്. മനക്കണ്ണിൻ്റെ വെളിച്ചം അല്ലാഹു പ്രസരിക്കുന്ന വെളിച്ചമാണ്. അതാണ് ഈമാൻ. ആ വെളിച്ചം നുകരാൻ ഭാഗ്യം സിദ്ധിക്കാത്തവർക്ക്, അഥവാ അള്ളാഹുൽ വിശ്വസിക്കാത്തവർക്ക് മറ്റെവിടെ നിന്നും ഒരു വെളിച്ചവും കിട്ടാനില്ല. ഈമാനിൻ്റെ രാജവീതിയിലെ എത്തുന്നവരെ അവർക്ക് ഇതുപോലുള്ള കൂരിരുട്ടുകളിൽ വഴിതെറ്റി അലയുകയേ ഗതിയുള്ളൂ. ഇരുട്ടുകൾ അവരെ ദിനം പ്രതി കൂടുതൽ കനത്ത ഇരുട്ടുകളിലേക്കല്ലാതെ ഒരിക്കലും വെളിച്ചത്തിലേക്ക് നയിക്കുകയില്ല. അപ്പോൾ വിശ്വാസികളുടെ ഹൃദയങ്ങളിലാണ് യഥാർത്ഥ വെളിച്ചമുള്ളത്. നേരെ മറിച്ച് അവിശ്വാസികൾ അവർ വിചാരിക്കുന്നു അവർ ചെയ്യുന്നത് നല്ലതാണ്, അത് അവരെ ഇബ്ലീസ് തോന്നിപ്പിക്കുന്നതാണ്. നേരെ മറിച്ച് എപ്പോഴാണത് മനസ്സിലാകുന്നത്? ആഴക്കടൽ അല്ലേ, പരലോകത്ത് ആ നരകത്തിൻ്റെ അടിത്തട്ടിൽ എത്തിച്ചേരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ നിജസ്ഥിതി നമുക്ക് വെളിവാകുന്നത്. അള്ളാഹു നമ്മൾക്ക് ഏവർക്കും ഹിദായത്ത് നൽകുകയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ.